ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മളിത് നോക്കാൻ പോകുന്നത് ബേമാക്സിൻ്റെ എപ്പിസോഡ് 2 ആയിട്ടാണ്. എപ്പിസോഡ് 1 കാണാത്തവർ വേഗം പോയി കണ്ടിട്ട് വരിക. അപ്പോൾ നമ്മുടെ ബേമാക്സ് ഇന്ന് ആരെയൊക്കെ സഹായിക്കാൻ പോകുന്നത് അതാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ എപ്പിസോഡ് 2ലേക്ക് പോകാം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ഒരു വലിയ സിറ്റിയാണ്. ആ സിറ്റിയിലാകട്ടെ ഒരു ഹോട്ടലുണ്ട്. ഒരു ഹോട്ടലിൽ ഒരു കഫേയാണത്. അവിടെ ഒരു പൂച്ചയും ഒരു സ്ത്രീയും ഉണ്ട്. അതിൻ്റെ പേരാണ് ലക്കി കഫേ. അവിടെ ഒരു പൂച്ചയും ആ സ്ത്രീയും കൂടിയാണ് ആ ഹോട്ടൽ മാനേജ് ചെയ്യുന്നത്. അവരങ്ങനെ പുറത്തേക്ക് തലയിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നാകട്ടെ അവിടെ നല്ല തിരക്കായിരുന്നു. അതുകൊണ്ട് തന്നെ ആ സ്ത്രീ പറയാണ്, ഇന്ന് നല്ല തിരക്കുണ്ടല്ലോ, ഇന്ന് നല്ല കച്ചവടം കിട്ടും അല്ലേ മോച്ചർ എന്ന് പറയാണ്. ഈ മോച്ചർ എന്ന് പറഞ്ഞാൽ അവരുടെ കാറ്റിൻ്റെ പേരാണ്. ആ ഓണറിൻ്റെ പേര് കേസ് എന്നാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും തന്നെ ആ ഹോട്ടലിൽ നല്ല രീതിയിൽ തന്നെ പണിയെടുക്കുകയാണ്. കാരണം ഇന്ന് നല്ല കച്ചവടമുണ്ട്. അവർ ഭയങ്കര കെയർ ആയിട്ടാണ് ഓരോ കസ്റ്റമറിനോടും പെരുമാറുന്നത്. പോരാത്തന്നെ ഇവർ വർക്കഹോളിക്കാണ്. കാരണം എന്താ വെച്ചാൽ ഇവർ നല്ല രീതിയിൽ ജോലി ചെയ്യുന്നുണ്ട്. അവരവരുടെ ജോലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. അവർ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഓരോരോ സാധനങ്ങൾ കൊടുക്കുന്നത്. അവരവരുടെ കസ്റ്റമേഴ്സിനെ വളരെയധികം സന്തോഷപ്പെടുത്തുന്നുണ്ട്, പ്രീതിപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ആ സ്ത്രീ ഒറ്റയ്ക്ക് ചെയ്യുകയാണ്. സത്യത്തിൽ ഇവരൊരു റെസ്റ്റോറൻ്റാണ് റൺ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഭയങ്കര തിരക്കുണ്ട്. പക്ഷേ ഇവൾ വേറെ ഒരാളെ വെക്കാതെ തന്നെ ഇവർ സ്വന്തം ഒറ്റയ്ക്ക് തന്നെയാണ് അവിടുത്തെ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നത്. ഒരു കഷ്ടതയും അനുഭവിക്കാതെ തന്നെ. ആരെന്ത് ചോദിച്ചാലും അവർ ചോദിക്കുന്നതിന് മുന്നേ തന്നെ ഒട്ടും താമസിക്കാതെ ഒട്ടും ഡിലേ വരുത്താതെ അവർ വേഗം തന്നെ അവരുടെ മുന്നിൽ വളരെ വൃത്തിയോടെ മെനയോടെയും കൂടി അവർ എത്തിച്ചു കൊടുക്കുന്നുണ്ട് അവർ ഒറ്റയ്ക്ക്. അങ്ങനെ ഇവർ ജോലി ചെയ്യുകയാണ് വളരെ സന്തോഷത്തോടു കൂടി. അങ്ങനെ ഇവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ദിവസം അവർ കാല് വഴുതി നിലത്ത് വീഴുകയാണ്. ആ കാല് വഴുതി നിലത്ത് വീണ അതേ സമയത്ത് തന്നെ അവരുടെ കാലിൽ നല്ല രീതിയിൽ തന്നെ ഒരു ഉളുക്ക് വീണിട്ടുണ്ടായിരുന്നു. വീണത് അവർ അയ്യോ എന്ന് സൗണ്ട് ഉണ്ടാക്കുകയാണ്. പക്ഷേ അവർ പിന്നെ ആ സൗണ്ട് കടിച്ചമർത്താണ്. കാരണം വീണെന്ന് പറ്റിയാൽ അപ്പം തന്നെ ബേമാക്സ് വരുന്ന ഇവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഇവർ അവിടെ നിന്ന് എഴുന്നേൽക്കുകയാണ്. പക്ഷേ ഇവിടെ നിന്ന് നമ്മുടെ ബേമാക്സ് ആണെങ്കിൽ വലിയ ഡോക്ടറല്ലേ, ഇങ്ങനെ വന്ന് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആ സ്ത്രീ ഇല്ലെന്ന് പറയാണ്. ആണോ, അങ്ങനെയാണെങ്കിൽ തങ്ങളെ ഞാൻ സ്കാൻ ചെയ്യട്ടെ എന്ന് പറയാണ്. അവരാണെങ്കിൽ മാക്സിമം ബേമാക്സിനെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അത് പറ്റുന്നില്ല. ബേമാക്സ് സ്കാൻ ചെയ്യാൻ പോകുമ്പോൾ തന്നെ അവർ ബേമാക്സിനെ കണ്ണടക്കുകയാണ്. പക്ഷേ അതിന് മുന്നേ തന്നെ ബേമാക്സ് സ്കാൻ ചെയ്ത് നിങ്ങളുടെ കാലിന് ഉളുക്ക് വീണിട്ടുണ്ടെന്ന് പറയുകയാണ്. അങ്ങനെ ബേമാക്സ് അവരെ മുകളിലത്തെ നിലയിൽ കൊണ്ട് ഇരുത്തുകയാണ്. അവിടെ നിന്ന് അവർ ഭയങ്കര കരച്ചിലാണ്. കാരണം കട അടിച്ചിടാൻ അവർക്ക് ഒട്ടും താല്പര്യമില്ല. അങ്ങനെ ബേമാക്സ് അവരുടെ കാലിൽ സ്പ്രേ ഒക്കെ അടിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ബേമാക്സ് പറയാണ്, എൻ്റെ ഒരു ഒപ്പീനിയൻ പ്രകാരം 4 ദിവസം നിങ്ങളുടെ കട അടച്ചിട്ടാൽ നിങ്ങളുടെ കാല് വേഗം തന്നെ സുഖം പ്രാപിക്കും എന്ന് പറയുകയാണ്. അതിനാകട്ടെ അവർ ഒട്ടും തന്നെ തയ്യാറായിരുന്നില്ല. പക്ഷേ ഇതേ സമയം തന്നെ അവരുടെ സ്ട്രെസ് ലെവൽ കൂടുന്നതും ബേമാക്സ് കണ്ടുപിടിക്കുകയാണ്. ഇതൊക്കെ കണ്ടപ്പോൾ ബേമാക്സിന് പെട്ടെന്നൊരു ഐഡിയ വരികയാണ്. നിങ്ങൾക്കിപ്പോൾ വയ്യാതിരിക്കുകയല്ലേ, ഈ കട ഞാൻ നടത്താം, 4-5 ദിവസമല്ലേ എന്ന് പറയുകയാണ്. പക്ഷേ ആ സ്ത്രീക്ക് താല്പര്യമില്ലെങ്കിൽ ആ ഡാറ്റയൊക്കെ അപ്പം തന്നെ ബേമാക്സ് ഡൗൺലോഡ് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ ബേമാക്സ് അവരുടെ കട നടത്താൻ വേണ്ടി അങ്ങോട്ട് പോവുകയാണ്. ആ സ്ത്രീ ആവട്ടെ ആ സ്ത്രീയോട് അവിടെ റെസ്റ്റ് എടുക്കാൻ പറയുകയാണ്. എന്നിട്ട് നമ്മുടെ ബേമാക്സ് കൂളായിട്ട് തന്നെ റെസ്റ്റോറൻറ്റിലേക്ക് പോവുകയാണ്. അങ്ങനെ നമ്മുടെ ബേമാക്സ് എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയാൻ വേണ്ടി അവരുടെ മോജി കാറ്റിൻ്റെ തലയിൽ ഒരു സ്പൈ ക്യാമറ വെച്ചിട്ട് അതിനെയും താഴോട്ട് വിടുകയാണ്. പക്ഷേ പൂച്ചയല്ലേ ആള്, കണ്ണാടിയിൽ തൻ്റെ തലയ്ക്ക് മുകളിൽ എന്തോ ഇരിക്കുന്നത് കണ്ട് പൂച്ച ആ ക്യാമറയെ അടിച്ച് താഴെ കളയുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കേസയ്ക്ക് ബേമാക്സ് എന്താ ചെയ്യുന്നതെന്നോ ഒന്നും തന്നെ മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ എന്ത് ചെയ്യാണ്, കേസ താഴോട്ട് ഇറങ്ങി വരികയാണ്. അവൾ താഴെ എത്തിയപ്പോഴും തന്നെ അവൾ പണിയെടുക്കാൻ തുടങ്ങുകയാണ്. അവൾ ഏന്തിയും വലിഞ്ഞും ഒളിഞ്ഞും ഒക്കെ അവളുള്ള പണികളും ചെറിയ പണികളൊക്കെ എടുക്കുകയാണ്. ഓരോ തവണ ബേമാക്സ് അവളെ കാണുമ്പോൾ അവളെ എടുത്ത് മുകളിൽ കൊണ്ടുവാക്കാൻ ബേമാക്സ് മടിക്കുന്നില്ല. പക്ഷേ അതേപോലെ തന്നെ ഇവർ താഴോട്ട് ഇറങ്ങി വരും. ആക്കിയെങ്കിൽ നമ്മുടെ ബേമാക്സ് വരെ മടുത്തിരിക്കുകയാണ്. അങ്ങനെ ഇവർ അവിടെ നടന്നു പോകുന്ന സമയത്ത് ഇവർ വീണ്ടും അവിടെ തെന്നി വീഴുകയാണ്. അങ്ങനെ ഇവരുടെ കാലിൻ്റെ ഉളുക്ക് വീണ്ടും തന്നെ കൂടി വരികയാണ്. ഇത് കണ്ടതും ബേമാക്സ് പറയാണ്, നിങ്ങളോടല്ലേ ഞാൻ പറഞ്ഞത് റെസ്റ്റ് എടുക്കാൻ. അന്നപ്പോൾ ആ സ്ത്രീ പറയാണ്, അതെ ഞാനിത് അംഗീകരിക്കുന്നു. പക്ഷേ ഞാൻ എൻ്റെ ഫാമിലിക്ക് പ്രോമിസ് ചെയ്തിട്ടുണ്ട്, ഞാൻ അവരെ നോക്കിക്കോളാമെന്ന്. പക്ഷേ എൻ്റെ കാലിൽ ഇത്തരം ഒരു പരിക്ക് വന്നതുകൊണ്ട് തന്നെ ഞാൻ എങ്ങനെയാണ് ആ പ്രോമിസ് പാലിക്കുക. എനിക്കാണെങ്കിൽ ഇപ്പോൾ തീരെ വയ്യ. പക്ഷേ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എൻ്റെ ഫാമിലി തന്നെയാണ്. അവരെനിക്ക് എങ്ങനെയെങ്കിലും കെയർ ചെയ്തേ പറ്റൂ. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ റെസ്റ്റോറൻറ്റ് വേണമെങ്കിൽ ക്ലോസ് ചെയ്യാം, നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ. പക്ഷേ എൻ്റെ കസ്റ്റമേഴ്സ് ഇതൊക്കെ പറഞ്ഞ് വിഷമിക്കുന്നുണ്ട്. പക്ഷേ അവരുടെ കടയടയ്ക്കാൻ അവർ തയ്യാറാവുകയാണ്, വിഷമത്തോടെയെങ്കിലും. അങ്ങനെ അവർ ആ കട ക്ലോസ് ചെയ്യാൻ തീരുമാനിക്കുകയാണ്. അവരാകട്ടെ ബേമാക്സിൻ്റെ തോളിൽ കയറിയിരിക്കുകയാണ്. എന്നിട്ട് അവർ പതിയെ സംസാരിച്ചു കൊണ്ട് തന്നെ ആ കട ക്ലോസ് ചെയ്യാൻ പോവുകയാണ്. അവർ ക്ലോസ് ചെയ്യാൻ പോകുമ്പോൾ തന്നെ ആ കേറ്റാകട്ടെ അവിടെ നിന്ന് എല്ലാം റെക്കോർഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ അവരുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരികയാണ്, മെമ്മറി ഫുൾ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അവർ ആ ഫോണിലെ വീഡിയോ എടുത്ത് പ്ലേ ചെയ്യുമ്പോൾ അവൾക്ക് കണ്ണ് നിറഞ്ഞു പോവുകയാണ്. ബേമാക്സ് ചിലപ്പോൾ പതിയെ ആയിരിക്കും ജോലി ചെയ്യുന്നത്, ചിലപ്പോൾ അവൾ ഉറുമ്പിനെ പോലെ ആയിരിക്കും ജോലി ചെയ്യുന്നത്. പക്ഷേ അവൻ നിങ്ങളെ ജോലിയിൽ വളരെയധികം സഹായിക്കുകയാണ്. അവൻ നിങ്ങളെ ഒരിക്കലും ശല്യം ചെയ്യുകയല്ല ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒന്നും പേടിക്കേണ്ട, നിങ്ങൾ ധൈര്യമായി പോയി റെസ്റ്റ് എടുക്കൂ, ഞങ്ങൾ നിങ്ങളെ വെയിറ്റ് ചെയ്യുകയാണ്. പോരാത്തതിന് ഞങ്ങൾ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടെന്നും കൂടെ ആ വീഡിയോയിൽ അവർ പറയുന്നത് ആ സ്ത്രീ കേൾക്കുകയാണ്. ഇതുകൂടെ കേൾക്കുമ്പോൾ അവർക്ക് ഒരുപാട് തരത്തിൽ സന്തോഷമാവുകയാണ്. അങ്ങനെ ഇവരും ബേമാക്സും കൂടെ ആ മുകളിലേക്ക് നിലയിലേക്ക് ഇവർ രണ്ടുപേരും ഒരുമിച്ച് തന്നെ പോവുകയാണ്.
അങ്ങനെ ഒരു ഹാപ്പി എൻഡിങ്ങോടുകൂടി ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അങ്ങനെ അവൻ്റെ ഓണറിനെ കാണിക്കുകയാണ്. അങ്ങനെ അവൻ്റെ ഓണർ ബെയ്മാക്സ് ബെസ്റ്റ് എംപ്ലോയി ഓഫ് ദ ഇയർ പുരസ്കാരം വാങ്ങിയതൊക്കെ കാണുകയാണ്. അങ്ങനെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു ഈ എപ്പിസോഡ്? നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ കാണാം. അടുത്തൊരു വീഡിയോ എന്ന് പറയുന്നത് ഈ ബെയ്മാക്സിൻ്റെ എപ്പിസോഡ് 3 ആയിട്ടാണ് നമ്മൾ വരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അത് വേഗം തന്നെ ചെയ്യാം. അതുവരെ ടാറ്റാ.